my emotions in a ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. ദേവിപിണ്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. ഉദംപൂരിൽ നിന്ന് റിയാസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദേവിപിണ്ടി എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട്, ദേവിപിണ്ടി ദേവീൻ്റെ മന്ദിറുണ്ട്, ടെമ്പിൾ. അപ്പം നമ്മൾ ലേറ്റായിരുന്നു പോകുമ്പോൾ തന്നെ. നമ്മൾ 3:45 സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ 4:30 നമ്മളവിടെ എത്തിയത്. അപ്പോൾ പോകുന്ന വഴി നമ്മളിതുപോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തോട്ടെയാണ് പോകുന്നത്. കശ്മീർ എന്ന് പറഞ്ഞാൽ തന്നെ മൗണ്ടെയ്ൻസും ഹിൽസൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥലം. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രെക്കിംഗ് പോകണം. അതായത് നമ്മൾ 4:30 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ വൈകുന്നേരം 4:30 സ്റ്റാർട്ട് ചെയ്തത്. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ ഇതൊക്കെ കാണാം. അപ്പം നമ്മൾ പോകുമ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇത്രയും ലേറ്റായിട്ട് ആണോ നിങ്ങൾ പോകുന്നത്, തിരിച്ച് വരുമ്പം നല്ല ലേറ്റാവില്ലേ, ഇരുടാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇതിൽ ഇങ്ങനെ കാട്ടിലൂട്ടിയൊക്കെ പോകുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായി, പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും വന്നാലോ. കാരണം ടെററിസ്റ്റിൻ്റെ സ്ഥലമല്ലേ ഈ കാശ്മീർ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും. അപ്പം ഒന്നാമത് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ ടൈം, അതിന് ശേഷം ഒന്ന് ലെവലായി വരുന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ പോകുമ്പോൾ കുറേ ആൾക്കാർ മടങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളവിടെ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഈ നടന്ന് പോവുകയാണ് നമ്മൾ. കുറേ നടന്നു ചെറുതായി ഒന്ന് കാല് തെറ്റിയാൽ തന്നെ നമ്മൾ താഴെ കിടക്കും. ഇതുപോലത്തെ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു പോകും. അപ്പം പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിള്ളേർ കുറച്ച് ടൈം പുറത്തിട്ട് ബാഗിലിട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് നടന്നു. പിന്നെ കുറച്ച് സ്വന്തമായിട്ട് നടക്കാമെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ട്രക്കിങ്ങിനൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. നമ്മളെയും കട്ട ഉഷാറായിരുന്നു ഒറ്റയ്ക്ക് നടക്കാനൊക്കെ. പക്ഷെ ഒറ്റയ്ക്ക് നടത്തിക്കുമ്പം ഇങ്ങനെ കാലൊക്കെ തെറ്റിപ്പോയാൽ വീഴുമല്ലോ എന്ന് പേടിച്ചിട്ട് കൈയൊക്കെ പിടിച്ചിട്ടാണ് മിറായനെ ഞാൻ കൂട്ടിയത്. പിന്നെ ഒറ്റയ്ക്ക് നടക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റിയ സ്ഥലമല്ലല്ലോ ഇത്. അപ്പം അങ്ങനെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ വടിയൊക്കെ കരുതിയിട്ടുണ്ട്. കാരണം അഥവാ കുരങ്ങനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുമ്പ് ചാടിയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അടിപൊളി സ്ഥലമാണ്, കാണാൻ പറ്റുന്നില്ലേ. മോനൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രക്കിങ്ങൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ 1.5 മണിക്കൂർ, അതായത് ഏകദേശം 5 കിലോമീറ്ററോളം ട്രക്കിങ്. 4:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളവിടെ എത്തിയത് തന്നെ ഏകദേശം ഒരു 6 മണി 6:15 നമ്മളവിടെ എത്തിയത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കാണാനുള്ളത് കൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നാലും ആൾക്കാർക്ക് പോകുന്നുണ്ട്. പിന്നെ ചെറിയ ഓരോ വീടൊക്കെ ഉണ്ട് അവിടെ കാണാൻ പറ്റി. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായത് എത്താത്തേ, നമ്മൾ സ്ഥലം എത്താത്തേ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. നടന്ന് ആകാംക്ഷയിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മളിപ്പോഴാണ് പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ആടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡായി നിന്നിട്ട്, പേടിയൊക്കെ ആണെങ്കിൽ സൈഡായിട്ട് താഴെ വീണു. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോകണം. നമ്മൾ ഫൈനലി നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ആ ചെറിയ വാട്ടർഫോൾ. അപ്പം നമ്മളവിടെ പോകുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു, കളിക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും മെല്ലനെ ഇറങ്ങിപ്പോയി.
പിന്നെ മോന് വെള്ളം കുറച്ച് പേടിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പം നല്ല അടിപൊളി, എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമാണ് ഇത്. എന്താ പറയുക, ഒരു ഹിഡൻ ജെം തന്നെയാണ് കാട്ടിൻ്റെ ഉള്ളിൽ. അതായത് എന്താ പറയുക, ഒരു പറയാൻ വാക്കുകളില്ല. കാരണം അത്രയും ക്ലിയർ വാട്ടറും പിന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പം കാണുമ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഇത്രയും നടന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പം എന്താ പറയുക, ആ നടന്ന ക്ഷീണവും അതൊക്കെ മാറി ആ വെള്ളത്തിലൊന്ന് കളിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നടന്ന് വന്ന ക്ഷീണവും ഇതൊക്കെ മാറി. എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. അതായത് തികച്ചും ഒരു നേച്ചറിൻ്റെ ഒരു, എന്താ പറയാണ്ടേന്ന് എനിക്കറിയില്ല, പറയാൻ വാക്കുകളില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ എന്തിനാണ് പറയുന്നത്, എന്താ പറയുക, നല്ലൊരു മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കുട്ടികളെ കൂടെ അവർക്ക് നല്ല ഒരു മൊമെൻറ്റ്സ്, ട്രഷർ ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവരുടെ ചൈൽഡ്ഹുഡ് നല്ലൊരു, എന്താ പറയുക, ബ്യൂട്ടിഫുള്ളാക്കി മാറ്റുക. കാരണം ഇത്രയും നല്ല നല്ല പ്ലേസസൊക്കെ കാണിച്ചു കൊടുത്ത്, കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ഇവിടെ അടിപൊളി സ്ഥലമാണ്. മോള് നല്ലോണം എൻജോയ് ചെയ്തതിന് മോനെ കുറച്ച് പേടിയാണ് വെള്ളത്തിന്. അപ്പം മോനെ പിന്നെ ഇറക്കിയത്. മോനെ ഇറക്കാൻ വേണ്ടി പോകുമ്പോൾ മോനെ ആദ്യമേ പറഞ്ഞ് വെള്ളത്തിൽ പോകണ്ടെന്ന്. അതാ കാണുന്നില്ലേ, കരഞ്ഞ് നിലവിളിച്ച് ഇതാക്കുകയാണ്. അപ്പം മോനെയും കൊണ്ട് പോവുകയാണ് കേട്ടെ. അപ്പം മോന് ഭയങ്കര പേടിയാണ് വെള്ളം. അപ്പം അവൻ്റെ പേടിയൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട്. പക്ഷേങ്കിൽ ഭയങ്കര പേടിച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ വേഗം മോനെ ഇങ്ങോട്ടേക്ക് വാങ്ങി. മോള് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. മോൾക്ക് പിന്നെ വെള്ളം അത്ര പേടിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി മേലോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ടെമ്പിൾ വരുന്നത്. ദേവീൻ്റെ ഒരു മന്ദിരമാണ്. ഞാൻ പോയിട്ടില്ല, ഏട്ടൻ മുന്നേ പോയപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണം എന്നാണ്, അവിടെ പോയി ദർശനമൊക്കെ നടത്തണം എന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ടൈം എന്തായാലും അവിടെയും കൂടി പോകണം എന്നുണ്ട്. അപ്പോൾ ഇത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂക്ക് തണുത്ത് വറക്കാൻ തുടങ്ങി. വെള്ളം തണുത്ത് നല്ല തണുപ്പ് വെള്ളമായതുകൊണ്ട് മൂക്ക് തണുത്ത് വറക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബാഗിൽ. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. ആ മലേൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ചേഞ്ച് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം മോനെയും മോളെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു മഹാദേവൻ്റെ ഫോട്ടോ ഉണ്ട്, ശിവൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ പോയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഏകദേശം 7:15 ആയിട്ടും വെളിച്ചം ഉണ്ടായിരുന്നു. ലേറ്റ്, അതായത് ഇരുടൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. കാരണം ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് 7:45 സൺസെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മോക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത്. മോള് തണുത്ത് വറച്ച് ഇങ്ങനെ കളിക്കുക. ഇപ്പോഴാണ് മോനൊന്ന് സെറ്റായത്. വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ ആയിട്ട് ചെറിയ വെള്ളമല്ലേ ഉള്ളൂ കാലിൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ നിന്ന് സ്പൈഡർമാൻ്റെ ഒരു ടോയ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാഗിൽ. ആ സ്പൈഡർമാൻ്റെ ടോയൊക്കെ ഇട്ട് കളിച്ച് പിന്നെ ഒന്ന് സെറ്റായി മോൻ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതൊക്കെ നനച്ച് മോൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞു. പിന്നെ അപ്പോൾ പിന്നെ ഞാൻ എക്സ്ട്രാ എൻ്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോന് ആകെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സ് നനയില്ല എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആ ഡ്രസ്സ് നനച്ചു. എല്ലാം കൂടി അത് മാറ്റി കൊടുത്തു. എൻ്റെ ഒരു ടീഷർട്ട് എക്സ്ട്രാ എടുത്ത് ആ ടീഷർട്ടാണ് ഞാൻ അവസാനം മോനിട്ട് കൊടുത്തത്. അപ്പം അത് വിട്ടിട്ടാണ് പിന്നെ റിട്ടേൺ പോകുന്നത്. അപ്പം നമ്മൾ റിട്ടേൺ ആകുമ്പം ഒരു 7:30 അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് റിട്ടേൺ വന്നത്. റിട്ടേൺ വരുമ്പം അതായത് രണ്ട് വഴിയുണ്ട് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റിയ. ഒന്ന് മേലക്കൂടെയും ഒന്ന് നമ്മളിപ്പോൾ വന്ന വഴിയിലൂട്ടിയും. അപ്പം കുറച്ച് മേലക്കൂടെയും കുറച്ചുകൂടി വേഗം എത്തും. പക്ഷേങ്കിൽ കുറച്ച് റിസ്ക്കിയാണ് കുട്ടികളെയും കൊണ്ട് പോകുമ്പം. അതുകൊണ്ട് നമ്മൾ വന്ന വഴിയാണ് ചൂസ് ചെയ്തത് ട്രക്കിങ്ങിന്. അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ റിട്ടേൺ പോവുകയാണ്. റിട്ടേൺ വന്നപ്പോൾ ഈ വഴിയാണ് ശരിക്കും നമ്മൾ
മേലോട്ടേക്കുള്ള വഴി, ടെമ്പിളിൻ്റെ ഒക്കെ ഉള്ള അവിടെ വീടൊക്കെ കാണുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വഴി ഇതാ മോൻ എൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് കാണുന്നില്ലേ, കൈയൊക്കെ കണ്ടിട്ട് ലൂസായിട്ട് ഞാൻ എന്നിട്ട് അവസാനം എൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് ബാക്കിൽ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ലൂസാകുന്നതിന്. അപ്പം അങ്ങനെ നമ്മളിതാ നടന്ന് റിട്ടേൺ പോവാണ്. അപ്പം നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോകുന്ന വഴി ലൂട്ട് പോയി കഴിയുമ്പം എന്താ പറയുക, കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. നമ്മൾ വേറെ വഴിയാണല്ലോ തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നത് വേറെ വഴിയാകുമ്പോൾ എന്താ പറയുക, അവിടുന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങണം നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക്. അപ്പം നമ്മളെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് അവർ മേലെയായിരുന്നു വണ്ടി വെച്ചത്, കാറ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കും ജമ്മുവിലാണ് പോകേണ്ടത്. പിന്നെ അവർ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോനെ എടുത്തിട്ട് നടന്നു, കുറച്ച് മോളെ എടുത്ത് നടന്നു. പിന്നെ പോകുന്ന വഴിക്കുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ ഷോപ്പൊക്കെ അടച്ചിട്ട് അവർ നടന്നിട്ട് തിരിച്ച് അവരെ വീട്ടിലേക്ക് സാധനം കൊണ്ട് പോകുമ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു റിട്ടേൺ പോകുന്ന സമയത്ത്. അത് പിന്നെ ലൈറ്റൊക്കെ പോയി ഫുൾ ഇരുടായി. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഫോണൊക്കെ ചാർജ് കുറഞ്ഞുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ റിട്ടേൺ പോയിട്ട് അപ്പോൾ അവർ കാറിൽ നമ്മൾ ആ സ്കൂട്ടി വെച്ചെടുത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിട്ട് ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.